ഹാപ്പി ഓണം റേയേ. അല്ല, നീ എന്തായിരുന്നു മുമ്പേ ആലോചിച്ചോണ്ടിരുന്നേ? ഓ അതോ, ഓണത്തെ പറ്റി തന്നെയാണ് ഞാൻ ആലോചിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ ഓണമല്ല, നമ്മുടെ അച്ഛനമ്മമാരുടെ കുട്ടിക്കാലത്തെ ഓണത്തെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. നമുക്ക് ആ ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന് ഓർക്കുമായിരുന്നു. അമ്മ എന്താടി നിന്നോട് പറഞ്ഞത്? ഞങ്ങളും കേൾക്കട്ടെ. അതെ അതെ, ഞങ്ങളും കേട്ടായിരുന്നു അമ്മ പറയുന്നത്. പക്ഷെ ഫുള്ളും കേൾക്കാൻ പറ്റിയില്ല. ചേച്ചി ഒന്ന് പറയാമോ? അമ്മ പറയുക, അന്നൊക്കെ 1-ാം ഓണം തൊട്ട് 10-ാം ഓണം വരെ പൂക്കളിടുമായിരുന്നു അത്രേ. അതും 1-ാം ദിവസം 1 കളർ, 2-ാം ദിവസം 2 കളർ, അങ്ങനെ 10-ാം മൊത്തം വരുമ്പോൾ 10 കളറിലെയും പൂക്കൾ സംഘടിപ്പിക്കുമായിരുന്നു. അതും കടയിൽ നിന്നൊന്നുമല്ല, കൂട്ടുകാരുമായി എല്ലാ വീടുകളിലും നടന്ന് പൂക്കൾ ശേഖരിച്ചായിരുന്നു പൂക്കളം ഇടുന്നത്. 9-ാം ദിവസം രാത്രിയിലാണ് തിരുവോണത്തിനുള്ള പൂക്കളം ഇടുന്നത്. പിറ്റേ ദിവസം മഹാബലിക്ക് കണി കാണാൻ വേണ്ടി അവർ കൂട്ടുകാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുമായിരുന്നു. അതും ചെറിയ പൂക്കളമല്ല, വലിയ പൂക്കളം. ഓ, എന്ത് രസമായിരിക്കുമല്ലേ. എൻ്റെ അമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ഓണമെന്ന് ഒന്നുമല്ലെന്ന്. പണ്ടത്തെ ഓണമായിരുന്നു ഓണമെന്ന്. വാഴയിലയിൽ സദ്യയും, അതും പ്ലാസ്റ്റിക് ഇലയൊന്നുമല്ല, നല്ല ഒറിജിനൽ വാഴയിലയായിരുന്നു. പിന്നെ 2-3 കൂട്ടം പായസവും ഓണക്കോടിയും ഊഞ്ഞാലാട്ടവും അങ്ങനെ അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു. നീ എന്തിനെ ചിരിക്കുന്നേ? ഓ അതോ, ഊഞ്ഞാലാട്ടം എന്ന് കേട്ടപ്പോൾ ചിരിച്ചു പോയതാ. അതിന് ഇതിന് മാത്രം ചിരിക്കാൻ എന്തിരിക്കുന്നു? അമ്മയുടെ ഒക്കെ കുട്ടിക്കാലത്ത് ഓണത്തിലെ വലിയൊരു പറമ്പിൽ 2 തെങ്ങിലായി വടം കൊണ്ട് ഊഞ്ഞാൽ കിട്ടുമായിരുന്നു. വടമോ? അതെന്ത് സാധനമാ? വടം എന്ന് പറഞ്ഞാൽ കയറുകൊണ്ട് ഉണ്ടാക്കുന്ന നല്ല വണ്ണമുള്ള ഊഞ്ഞാൽ. ഓ അതാണോ? എന്നിട്ട് തിരുവോണത്തിന്റെ അന്ന് രാവിലെ കുളിച്ച് ഒരുങ്ങി പിള്ളേർസത്തെ എല്ലാവരും കൂടെ ഊഞ്ഞാലാടാൻ വേണ്ടി ക്യൂ നിൽക്കുമായിരുന്നു. ഒരാൾക്ക് 10 പ്രാവശ്യം ആടാൻ അവസരം കൊടുക്കും. പിന്നെ അടുത്ത ആള്. അമ്മയുടെ ടേൺ വന്നപ്പോൾ അമ്മ 10 പ്രാവശ്യം ആടിക്കഴിഞ്ഞിട്ടും മാറിക്കൊടുത്തില്ല. അപ്പോൾ കൂട്ടുകാർ ബഹളമിടാൻ തുടങ്ങി. ഇതു കേട്ട് അയൽവക്കത്തെ കുട്ടൻമാമൻ വന്നു. എല്ലാ പിള്ളേർക്കും ഈ കുട്ടൻമാമനെ ഭയങ്കര പേടിയായിരുന്നു. കാരണം കുട്ടൻമാമൻ കണ്ണു വീഴ്ച കാണിക്കുമായിരുന്നു. അമ്മ കുട്ടൻമാമൻ വരുന്നത് കണ്ടില്ല. പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. ഈ മാമൻ എന്തു ചെയ്തെന്നോ? അമ്മയുടെ പുറകിൽ വന്ന് ഊഞ്ഞാൽ പിടിച്ച് ഒരൊറ്റ ആട്ടം ആട്ടി. ഊഞ്ഞാൽ പൊങ്ങിയതും അമ്മ പുറകിൽ ആരാണെന്ന് അറിയാൻ തിരിഞ്ഞു നോക്കി. കുട്ടൻമാമനെ കണ്ടതും ഉയർത്തി നിൽക്കുന്ന ഊഞ്ഞാലിൽ നിന്നും അമ്മ ഒരു ഒറ്റ ചാട്ടം താഴേക്ക്. എന്നിട്ട് വീട്ടിലേക്ക് ഓടി വേലിയുടെ മറയിൽ പോയി നിന്നു. ഇതു കണ്ട് ബാക്കിയുണ്ടായിരുന്ന പിള്ളേരും കുട്ടൻമാമനും ചിരിയോട് ചിരി. കണ്ടോ, ഇപ്പൊ നിങ്ങളും ചിരിച്ചില്ലേ? അതുകൊണ്ട് തന്നെ ഞാനും ചിരിച്ചേ. ചിന്തിക്കുന്നത്? ചേച്ചിമാരെ, എങ്കിൽ നമുക്കും അടുത്ത വർഷം തൊട്ട് പൂക്കൾ വിട്ടാലോ? പണ്ട് നമ്മുടെ പാരന്റ്സ് ചെയ്ത പോലെ. അതെങ്ങനെ സാധിക്കും? നമുക്കതിന് ഇത്രമാത്രം പൂക്കൾ എവിടുന്ന് കിട്ടും? മേടിക്കാനാണെങ്കിൽ തന്നെ 10 കളറൊക്കെ വാങ്ങണമെങ്കിൽ കുറെ പൈസയാവില്ലേ? നമുക്ക് മേടിക്കണ്ടെന്നേ, നമുക്ക് ഒരു കവർ എടുത്തിട്ട് കൊണ്ട് എല്ലാ വീട്ടിലും പോയി പറിച്ചാ പോരെ? കൊള്ളാം, നല്ല ബെസ്റ്റ് ഐഡിയ. നമ്മൾ അവരുടെ വീട്ടിലൊക്കെ പോയി പൂ പറിച്ചാലേ നമ്മൾ പൂക്കൾ ഇടുന്നത് വീട്ടുമുറ്റത്തായിരിക്കില്ല, വല്ല ജയിൽ മുറ്റത്തും ആയിരിക്കും. അവർ 911 വിളിച്ച് നമ്മളെ പോലീസ് വണ്ടിയിൽ കയറ്റി വിടും. ഹലോ, പഴയ ഓർമ്മകളുമായി നാട്ടിൽ പോയവരൊക്കെ തിരിച്ചു വരുവിൻ. നമുക്കൊരു കിടുക്കാച്ചി ഡാൻസ് ആയാലോ? ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കൂ. എന്നാ കൂട്ടുകാരെ, നമുക്കൊന്ന് ഡാൻസിന് പോയി ഒരുങ്ങാം. അതെ അതെ, നമുക്ക് പോകാം.
കുഴലിൽ പെണ്ണെ നീ മൂളിയുണർത്തും പാട്ടിന്റെ പല്ലവി എന്തേ കാതിലോതുമോ? മഴയോലും മഞ്ഞല്ലേ മുളയോലക്കൂടല്ലേ അഴകോലും മിഴിയോരം കുളിരൂറും കനവല്ലേ മണവാളൻ വന്നു വിളിച്ചാൽ നാണം കൊള്ളും മനസ്സല്ലേ